ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സ് വൈ ലേണിംഗ് USS. നമ്മൾ ഇന്ന് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആവർത്തന ഗുണം എന്നൊക്കെ പറയും അല്ലേ. എന്താണ് ആവർത്തന ഗുണം? നമ്മൾ ഒരു നമ്പറിനെ അങ്ങനെ ആവർത്തിച്ച് ഗുണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത്. സപ്പോസ് നമ്മൾ ഒരു സെയിം നമ്പർ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ആഡ് ചെയ്യാണ്. ഇപ്പോൾ 3+3+3+3+3 ഞാനൊരു 3നെ എത്ര പ്രാവശ്യം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്? 1 2 3 4 5 5 പ്രാവശ്യം ഞാൻ 3നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 5 × 3 എന്നല്ല എഴുതുക അല്ലേ? 5 പ്രാവശ്യം 3നെ ആഡ് ചെയ്യുമ്പോൾ 5 × 3 എന്ന് പറയും. അതേപോലെ തന്നെ ഞാനിപ്പം 3നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. 3 × 3 × 3 × 3 × 3. ഇപ്പോൾ എത്ര പ്രാവശ്യം? ഞാൻ 5 പ്രാവശ്യം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാമെന്ന് അറിയാം? 3⁵5 എന്ന് എഴുതാം. ഓക്കെ, 3⁵5. ഇതിനെ നമ്മൾ എങ്ങനെ പറയും? 5th power of 3 അല്ലെങ്കിൽ 3ന്റെ 5ാം കൃതി എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ നമ്മൾ ഈ 5നെ എന്ത് പറയും? കൃത്യാങ്കം എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇതിൽ നമ്മൾ കണ്ടു. യെസ്, ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഈ 3 ആണ് എന്ത്? ബേസ്. അതേപോലെ 5ന് നമ്മൾ എക്സ്പോണൻ്റ് എന്നും പറയും. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് ഞാൻ 2 × 2 എന്ന് എഴുതാണെങ്കിലോ, 2 × 2 എന്നതിനെ നമ്മൾ എന്ത് പറയും? 2² എന്ന് പറയും അല്ലേ. ഈ 2 × 2 ആണെങ്കിൽ വിച്ച് ഈസ് 2⁵3. 3 പ്രാവശ്യമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ 2⁵3. ഓക്കെ, ഇനി 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2⁴ എന്ന് പറയും. അതേപോലെ എത്ര പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പവറായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ആയിട്ട് നമ്മളവിടെ കൊടുക്കുമെന്ന് മനസ്സിലാക്കാം. യെസ്, അതേപോലെ നമ്മൾ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ 1/2 × 1/2 × 1/2. ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 1 × 1 / 2 × 2 × 2 which is equal to 1 × 1 × 1 1 ആണ്. 1/2 × 2 × 2 നമ്മൾ ഓൾറെഡി കണ്ടു, 2³ ആണ്. അപ്പോൾ 1/2³ എന്ന് വരും. അപ്പോൾ 1/2 × 1/2 × 1/2 ആണെങ്കിൽ 1/2³ എന്ന് വരും. അതേപോലെ തന്നെ സപ്പോസ് നമ്മളൊരു സ്ക്വയറിൻ്റെ ഏരിയ കാണുകയാണ്. സ്ക്വയറിൻ്റെ സൈഡ് ഇപ്പം 1/5 എന്നുള്ള സൈഡാണ് സ്ക്വയറിനുള്ളതെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? നമുക്കറിയാം, ഏരിയ ഓഫ് ദ സ്ക്വയർ വിൽ ബി, സൈഡിൻ്റെ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. സൈഡ് 1/5 ആണെങ്കിൽ, ഒരു സമചതുരത്തിൻ്റെ ഒരു സൈഡ് 1/5 ആണെങ്കിൽ 1/5 × 1/5 ആണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1/5². ഇതിന് നമുക്ക് 1/5² അല്ലേ. 1² 1 തന്നെയാണ്. അപ്പോൾ 1/5² 1/25 എന്നൊക്കെ പറയാം. യെസ്, അതേപോലെ തന്നെ ഇപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2/3² എന്ന് നിങ്ങളോട് പറയാണ്. ഇതെങ്ങനെ കാണാം? 2/3² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 3 2/3 എന്ന് പറഞ്ഞാൽ എന്താ? 3 + 2/3 ആണ്. 3 + 2/3 ആണ്. 3 + 2/3 നമ്മൾ എങ്ങനെ ചെയ്യും? 3 + 2/3 ഹോൾ സ്ക്വയർ. 3 + 2/3നെ നമ്മൾ 3 × 3 ചെയ്യും അല്ലേ. 3 × 3 എന്നിട്ട് +2 ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 9. 3 × 3 9, 9 + 2 11 / 3 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ 11² / 3² എന്ന് ചെയ്യും. യെസ്, 11² is 121 / 3² is 9. അപ്പോൾ 121 / 9 ആയിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ വരാം. യെസ്, അപ്പോൾ എന്താണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. സപ്പോസ് x⁻m × x⁻n എന്ന ഫോമിലാണ് നമ്പേഴ്സ് എങ്കിൽ നമ്മൾ x⁻m+n എന്ന് പറയും. യെസ്, x⁻m+n എന്ന് പറയും. എന്താണ് ഇതിൻ്റെ മീനിങ്? സപ്പോസ് 3⁵5 × 3⁻7 ഈ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 3⁵5+7 ആണെന്ന് പറയാം. ഓക്കെ, 3⁵5+7 അല്ലെങ്കിൽ 3⁻12 ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സെയിം നമ്പർ ആണെങ്കിൽ, ബേസിൽ സെയിം നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പോണൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 2⁸8 × 2⁻10 എന്ത് ചെയ്താൽ മതി? 2⁻18. ഓക്കെ, 10ഉം 8ഉം ആഡ് ചെയ്യുക, 2⁻18. ഇനി എത്രയാ? 5⁻2 5² × 5³ × 5⁴. ഇപ്പോൾ 3 ആൾ വന്നു അല്ലേ. ഇതുവരെ 2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 5² × 5³ × 5⁴. എല്ലാം മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, എല്ലാം ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പവേഴ്സും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 5⁻2 + 3 + 4 അല്ലേ, എത്രയാ? 9 എന്ന് വരും. ഇതായിരിക്കും ആൻസർ വരാം. യെസ്, അതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. യെസ്, അതേപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? x⁻m / x⁻n. നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു. ഇപ്പോൾ നമ്മൾ ഹരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? x⁻m−n എന്നായിരിക്കും. ഓക്കെ, ഇവിടെ കണ്ടീഷൻ ഉണ്ട്. എക്സ് 0 ഈക്വൽ ആവാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ്? m ഷുഡ് ബി ഗ്രേറ്റർ ദാൻ n. എന്താണ് ഞാൻ പറഞ്ഞുതരാം. x⁻m / x⁻n നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? 3⁻7 / 3⁵5.
എക്സാമ്പിൾ ആണ് 3⁻⁷ ഡിവൈഡ് ബൈ 3⁵. എന്ത് ചെയ്താൽ മതി? 3⁻⁷ മൈനസ് 5, യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു 3². ഓക്കെ, എങ്ങനെയാണ് ഇത് വരുന്നത്? ആക്ച്വലി 3⁻⁷ എന്ന് പറഞ്ഞാൽ എന്താ? 3നെ നമ്മൾ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 3 × 3 × 3 × 3 3 3 അല്ലേ? 7 ടൈംസ് 1 2 3 4 5 6 7. 3നെ നമ്മൾ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് വരിക? 3⁻⁷ വരിക. അതേപോലെ 3നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് വരിക? യെസ്, 1 2 3 4 5. 3നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3⁵ വരിക. ഇനി എങ്ങനെയാണ് അത് 3² ആയിട്ട് മാറുന്നത്? നിങ്ങൾ നോക്കുക, 3യും 3യും കട്ട് ചെയ്തു, 3യും 3യും ക്യാൻസൽ ചെയ്തു, 3 3 ക്യാൻസൽ ചെയ്തു, 3 3 ക്യാൻസൽ ചെയ്തു. ഇനിയുണ്ടോ? യെസ്, ഈ 3യും 3യും ക്യാൻസൽ ചെയ്തു. ഈ പാർട്ട് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി അവിടെ എന്താ ഉള്ളത്? 2 3. 3 × 3 ആണ്, അല്ലെങ്കിൽ 3² ആണുള്ളത്. ഇങ്ങനെയാണ് അത് ആക്ച്വലി വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോമിലാക്കി x⁻m / x⁻n = x⁻m-n. ഇവിടെ കണ്ടീഷൻ എന്തുണ്ട്? x നോട്ട് ഈക്വൽ ടു 0 ആവണം, അതേപോലെ തന്നെ m ഗ്രേറ്റർ ദാൻ n ആയിരിക്കണം. അതായത് ഇവിടെ ന്യൂമറേറ്ററിലുള്ളതിൻ്റെ പവർ വലുതായിരിക്കണം. ന്യൂമറേറ്ററിലുള്ളതിൻ്റെ ആ ഒരു കൃതി എന്ന് പറയുന്നത് വലിയ കൃതി ആയിരിക്കണം. ഡിനോമിനേറ്ററിലായിരിക്കണം ചെറുതുണ്ടായിരിക്കേണ്ടത്. യെസ്, അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിലാണ് വലുത് വരുന്നതെങ്കിലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ഇക്വേഷൻ ഉണ്ട്. x⁻m ഡിവൈഡ് ബൈ x⁻n = 1/x⁻n-m. ഇവിടെ എന്തായിരിക്കണം? x 0നോട് ഈക്വൽ ആവാൻ പാടില്ല. അതേപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, യെസ്. ഇപ്പം ഇവിടെ നമുക്ക് നേരെ ഇത് നേരെ തിരിച്ചു. 3⁻⁷ ഉള്ളത് 3⁵5/3⁷ എന്നാക്കി. 3⁵5/3⁷ എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നോക്കാം, നിങ്ങൾ ഇവിടെ ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ പവറാണ് കൂടുതൽ. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/3 എന്ന് എഴുതാം. 1/3 എന്ന് എഴുതാം. ഓക്കെ, യെസ്, 1/3 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? 1/3 എന്നിട്ട് ഏതാ? ഡിനോമിനേറ്ററിൽ വലുത് ഏതാണ്? 7. 7 - 5 ചെയ്യാം. 7 - 5 = 1/3² എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ന്യൂമറേറ്ററിലുള്ളതിൻ്റെ പവറാണോ ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ അംശത്തിലെ പവറാണോ ഛേദത്തിലുള്ള പവറാണോ കൂടുതലെന്ന് നോക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാം? x⁻m-n എന്നും 1/x⁻n-m എന്നും കൊടുക്കാം. യെസ്. അടുത്തൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ x⁻n y⁻n എന്ന ഫോമിലാണെങ്കിൽ നമുക്ക് x × y n എന്ന് പറയാൻ പറ്റും. ഓക്കെ, നോക്കിക്കോ, 2⁵5 × 3⁵5. നേരത്തെ നമ്മൾ എന്താ കണ്ടത്? ഇവിടെയൊക്കെ ഈ കേസിലൊക്കെ ബേസ് സെയിം ആയിരുന്നു അല്ലേ? ബേസ് സെയിം ആയിരുന്നു, 2 ആയിരുന്നു, ഇവിടെ x ആയിരുന്നു. ആ ബേസ് സെയിം ആയ കേസാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇപ്പോൾ എന്താ കാണുന്നത്? xy ബേസ് മാറി, പക്ഷേ എന്താണ്? എക്സ്പോണൻ്റ് അല്ലെങ്കിൽ ആ കൃതിയിലുള്ള നമ്പർ സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? x⁻n × y⁻n = xy⁻n എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 2⁵5 × 3⁵5 എന്ന് പറയുമ്പോൾ 2 × 3⁵5 എന്ന് പറയാം. ഓക്കെ, 2⁵3 2 × 3⁵5 എന്ന് പറയാം. ഇനി 5² × 7² ഇതാണെങ്കിലോ 5 × 7² എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ വാല്യൂസ് എത്ര വരും? 2 × 3 എന്ന് പറയുമ്പോൾ 6⁵5 എന്ന് വരും. ഇവിടെ 5 × 7 35² എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യെസ്, അതേപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് x⁻m⁴n = x⁻m × n. യെസ്, x⁻m⁴n എന്ന് പറഞ്ഞാൽ x⁻m × n. അങ്ങനെ പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ ഇതാ, 2² എന്തായിരിക്കും? നിങ്ങൾ നോക്കുക, 2⁻2 × 2 = 2⁴. അല്ലാന്നുണ്ടെങ്കിൽ 3⁵5 3⁵5 × 3 = 3⁵50. ഓക്കെ, ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പം ഒരു 3ക്ക് ഒരു ആദ്യൊരു പവർ വന്നു 3⁵5. അതിന് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ പവർ കൊടുക്കുകയാണ്, 3³ വെച്ചിട്ട് ചെയ്യാണ്. സോ അപ്പോൾ ടോട്ടൽ ആ ഒരു വാല്യൂ എന്തായിട്ട് മാറും? 3⁻15 ആയി മാറും. 5 × 3 ആണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ ഒരു കേസിലാണെങ്കിൽ മാത്രമാണ് എന്ത്? x⁻m × x⁻n ഫോമിലാണെങ്കിൽ മാത്രമാണ് x⁻m+n വേണ്ടതെന്നും മനസ്സിലാക്കുക. യെസ്, അപ്പോൾ മാറിപ്പോകരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. 1/2 + 1/2² + 1/2³ + 1/2⁴. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ 1/2 + 1/2² + 1/2³ + 1/2⁴. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കി മാറ്റാം? ഈ ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഛേദങ്ങളെല്ലാം ഈക്വൽ ആക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈക്വൽ ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഛേദം ഏതാണുള്ളത്? 2⁴ ആണുള്ളത്. അപ്പോൾ ആ 2⁴ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എല്ലാ
ടേംസിൻ്റെയും ഛേദത്തിന് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന് നമുക്ക് മാറ്റാം. 2 ഫസ്റ്റ് എന്താ 2 ക്യൂബിനെ നമുക്ക് 2⁴ ആക്കാൻ ഈസിയാണ് അല്ലേ. ഇവിടെ ഇൻറ്റു 2 ചെയ്യുക, ഇവിടെ ന്യൂമറേറ്ററിലും അതേപോലെ ഇൻറ്റു 2 ചെയ്യുക. 2 ക്യൂബ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ഏത് പ്രോപ്പർട്ടി? x⁻m × x⁻n = x⁻m + n. അപ്പോൾ ഇവിടെ എന്ത് വരും? 2⁻2. 2 ക്യൂബ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഇൻറ്റു 2⁻1 ആണ്. അപ്പോൾ എന്ത് വരും? 2⁻3 + 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ 2⁻4 എന്ന് വരും. അപ്പോൾ അങ്ങനെ എന്ത് ആക്കി മാറ്റാൻ പറ്റും? 2 ക്യൂബിനെ നമുക്ക് ഈസി ആയിട്ട് 2⁻4 ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. താഴെ ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ മുകളിലും ഇൻറ്റു 2 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 2 ക്യൂബിനെ നമ്മൾ അങ്ങനെ മാറ്റി. 2² എങ്ങനെ മാറ്റാം? 2² നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? യെസ്, 2² നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2² ഇൻറ്റു എന്തും കൂടെ ചെയ്യണം. 2² കൂടെ ചെയ്താൽ 2⁻2 + 2 x⁻m + n അല്ലേ. x⁻m ഇൻറ്റു x⁻n x⁻m + n 2⁻2 + 2 2⁻4 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 2² കൂടെ കൊടുക്കണം. യെസ്, ഇൻറ്റു 2². അപ്പം ആ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ മുകളിലും 2² ചെയ്യുക. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 2 ക്യൂബ് ചെയ്യേണ്ടി വരും അല്ലേ. ഇവിടെ 2 ക്യൂബിൻ്റെ കൂടെ ഇൻറ്റു 2 ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ 2ൻ്റെ കൂടെ 2 ക്യൂബ് ചെയ്യേണ്ടി വരും. ഇവിടെയും എന്ത് ചെയ്യണം? ഇൻറ്റു 2 ക്യൂബ്. സോ ആ ഒരു ടോട്ടൽ വാല്യൂ എന്തായിട്ട് മാറി? 2 ക്യൂബ് ഡിവൈഡ് ബൈ 2⁻4. 2 ക്യൂബ് ഡിവൈഡ് ബൈ 2⁻4 പ്ലസ് ബാക്കി എന്താ? 2² ഡിവൈഡ് ബൈ 2⁻4 പ്ലസ് 2 ഡിവൈഡ് ബൈ 2⁻4 പ്ലസ് 1 ഡിവൈഡ് ബൈ 2⁻4. യെസ്, ഇനി നമ്മൾ ജസ്റ്റ് ആ വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കാം. 2 ക്യൂബിൻ്റെ വാല്യൂ നമുക്കറിയാം. 2 × 2 × 2 2 × 2 4 2 × 4 8. സോ 8 ഡിവൈഡ് ബൈ 2⁻4 എത്രയാ? 2⁻4 എന്ന് പറഞ്ഞാൽ 8 × 2 എന്ന് വരും. 16 ആണ് 2⁻4. 2² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. 4/16 എന്ന് വരും. പ്ലസ് 2/16 എന്ന് വരും. പ്ലസ് 1/16 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 8 + 4 12 ആണ്. 12 + 2 14 14 + 1 15 15/16. യെസ്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആൻസറിലേക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് 0.01 ഹോൾ ക്യൂബ് ഇൻ ഡെസിമൽ ഫോം. ഇപ്പോൾ 0.01 ക്യൂബിൻ്റെ ഡെസിമൽ ഫോം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നോക്കാം. 0.01 ക്യൂബ് എന്ന് പറഞ്ഞാൽ 0.01 × 0.01 × 0.01. യെസ്, 0.01 × 0.01 × 0.01. ഇത് നമുക്ക് എങ്ങനെ പറയാം? 0.01 എന്ന് പറഞ്ഞാൽ എന്താ? 0.01 ഈസ് ആക്ച്വലി 1/100 അല്ലേ. 1/100 ആണ്. 1/10 എന്താ? 1/10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ 1/100 ആയിരിക്കും എന്ത്? 0.01. ഓക്കെ, 1/100. സോ നമുക്ക് ഇതിനെങ്ങനെ പറയാം? 1/100 ഹോൾ ക്യൂബ് അല്ലേ. അങ്ങനെ ചെയ്യാം. യെസ്, 1/100 ഹോൾ ക്യൂബ് എന്ന് ചെയ്യാം. ഈസ് ഈക്വൽ ടു 1 ക്യൂബ്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. ഏതാ പ്രോപ്പർട്ടി? x/y. യെസ്, പ്രോപ്പർട്ടി ഏതായിരുന്നു? യെസ്, x⁻m ഡിവൈഡ് ബൈ x⁻n അതല്ലേ. അല്ല, ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 1/100 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? 1 ക്യൂബ് ബൈ 100 ക്യൂബ് ആയിട്ട് മാറും. 1 ക്യൂബ് ബൈ 100 ക്യൂബ് ആയിട്ട് മാറും. 1 ക്യൂബ് എത്രയാ? 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. 100 ക്യൂബ് എന്ന് പറയുമ്പം 100² എന്ന് പറയുമ്പോൾ 10,000 ആണ്. 2 0 കൂടെ വരും. അപ്പോൾ 100 ക്യൂബ് എന്ന് പറയുമ്പോൾ എഗെയിൻ ഒരു 2 0 കൂടെ എത്രയായിരിക്കും? 10 lakh ആയിരിക്കും 100 ക്യൂബ് എന്ന് പറയുന്നത്. യെസ്, ഇപ്പോൾ എത്ര വരും? ഇതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് നമുക്ക് മാറ്റണം. ഇതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ യെസ് 0. ഇവിടെ നോക്കാം എത്ര സീറോസ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ 6 zeros ഉണ്ട്. 6 zeros ഉണ്ടെങ്കിൽ ആ പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് വരണം? 6 digits അവിടെ ഉണ്ടാവണം. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് 6 digits 1 2 3 4 5 6. പോയിന്റ് കഴിഞ്ഞ ശേഷം 6 digit ഉണ്ടാവണം. 6 digit ഉണ്ടാവണം മീൻസ് ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും എന്താണ്? അത് 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും. കാരണം ന്യൂമറേറ്ററിൽ 1 ആണുള്ളത്. സോ ബാക്കിയുള്ള ഡിജിറ്റ്സ് എല്ലാം ആരായിരിക്കും? 0 0 0 0 0. അപ്പോൾ നിങ്ങൾ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്? 1 2 3 4 5 6. 6 ഡിജിറ്റ് ഉണ്ട്. അതിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 1 ആയിരിക്കും. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓക്കെ, 1 2 3 4 5 6. ഓപ്ഷൻ സി ആണ് എന്ത്? റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 15 ക്യൂബ് ഈസ് ഈക്വൽ ടു 3375, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1.5 ക്യൂബ്? 15 ക്യൂബിൻ്റെ വില എന്ന് പറയുന്നത് 3375 ആണെങ്കിൽ 1.5 ക്യൂബ് എത്രയാണ്? യെസ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്താൽ മതി? 15 ക്യൂബ് നമുക്കറിയാം. 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 ക്യൂബാണ്. 1.5 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5 എന്ന് പറഞ്ഞാൽ 15/10 ആണ്. അപ്പോൾ 15/10 ക്യൂബ് എന്ന് വരും.
15/10 ക്യൂബ് എന്ന് വരും. 15/10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 15 ക്യൂബ് ബൈ 10 ക്യൂബാണ്. 15 ക്യൂബ് എത്രയാണ് ഓൾറെഡി നമുക്കറിയാം, 3375 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ 10ൻ്റെ ക്യൂബ് എത്രയാണ് 1000. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 0 ഇട്ട് കൊടുക്കുക, 1000 ആയിരിക്കും. 3375/1000 എത്രയാണ്, ഒന്നുമില്ല, 3.375. യെസ്, 3.375, വിച്ച് ഈസ് ഓപ്ഷൻ ബി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് 81x raised to 9 divided by 9x cube divided by 3x raised to 7 divided by ആണ്. ഓക്കെ, സോ എങ്ങനെ കാണാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 81x raised to 9 divided by 9x ക്യൂബിൻ്റെ വാല്യൂ നമുക്ക് കാണാം. 81ഉം 9ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 81ഉം 9ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 81 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യെസ് ഒന്നും കൂടി നമുക്ക് പറയാം, 81 എന്ന് പറഞ്ഞാൽ 9 × 9 ആണ്, ഇൻറ്റു എക്സ് റേസ് ടു 9 ഡിവൈഡ് ബൈ 9x ക്യൂബ്, 9 × x ക്യൂബ്. സോ ഇതിലൊരു 9ഉം ഈ ഒരു 9ഉം കട്ട് ചെയ്യാം, ബാക്കി 9 × x raised to 9 ഡിവൈഡ് ബൈ x ക്യൂബ് എന്ന് വരും. ഇനി നോക്കാം, ഇവിടെ നോക്കാം, x raised to 9/x ക്യൂബ്, ഇത് മാത്രം നോക്കിയാൽ നമുക്കറിയാം എന്താണ്, അത് ഏത് ഫോമില, ആണ്? x raised to a ഡിവൈഡ് ബൈ x raised to b, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ പ്രോപ്പർട്ടി ഏതായിരുന്നു? യെസ്, x raised to m ഡിവൈഡ് ബൈ x raised to n ഫോമിലാണ്. അതിൽ ന്യൂമറേറ്ററിലുള്ളതല്ലേ വലുത്, അപ്പോൾ x raised to m - n എന്ന് വരും. x raised to m - n എന്ന് വരും. യെസ്, which is equal to 9 അങ്ങനെ തന്നെ എഴുതാം, ഇൻറ്റു x raised to m - n അല്ലെങ്കിൽ 9 - 3, which is equal to 9 × x raised to 9 - 3 x raised to 6. അപ്പോൾ 9x raised to 6 എന്ന് കിട്ടി. പക്ഷേ തീർന്നിട്ടില്ല, 9x raised to 6 എന്ന് കിട്ടി, തീർന്നിട്ടില്ല. ഈ പാർട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു ഡിവൈഡഡ് ബൈ 3x raised to 7 കൂടെ ചെയ്യാനുണ്ട്. സോ ഇനി എന്ത് ചെയ്യും? 9x raised to 6 ഡിവൈഡഡ് ബൈ 3x raised to 7. 9/3 ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 9/3 ചെയ്താൽ സെപ്പറേറ്റ് ചെയ്യാം, ഇതും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. 9/3 എത്രയാണ്? 9/3 നമുക്കറിയാം 3 ആണ്, ഇൻറ്റു x raised to 6/x raised to 7, നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി തന്നെയാണ്. x raised to 6/x raised to 7 ഏത് പ്രോപ്പർട്ടിയാണ്? x raised to m/x raised to n is equal to 1/n x raised to n - m ആണ്. കാരണം എന്താ? n ഗ്രേറ്റർ ദാൻ m. ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ പവർ, ഛേദത്തിലുള്ളതിൻ്റെ ആ ഒരു കൃതി എന്ന് പറയുന്നതാണ് ഇവിടെ വലുതായിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ എന്ത് വരും? 1/x raised to 7 - 6, വലുതെന്ന് ചെറുതാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ 3 × 1/x raised to 7 - 6 എന്ന് പറയുമ്പോൾ x raised to 1 എന്ന് വരും, അല്ലെങ്കിൽ x തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് വരും? 3 ഡിവൈഡ് ബൈ x എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും, വിച്ച് ഈസ് ഓപ്ഷൻ ഡി. 3/x എന്നൊരു ആൻസറിലേക്ക് എത്താം. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഓഫ് 5 raised to 75 + 6 raised to 75? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? 5 raised to 75 6 raised to 75 ഒന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റും, ഈസിയാണ്. നിങ്ങൾ നോക്കുക, 5 raised to 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 5 സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 25. ഈ 5 ക്യൂബ് അറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 25ൻ്റെ കൂടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എത്ര കിട്ടും? 125 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ 5ൻ്റെ ഏത് കൃതി, ഏത് പവർ എടുത്താലും നിങ്ങൾക്ക് യൂണിറ്റ് പ്ലേസിൽ എന്താണ് ഉണ്ടാവുക? 5 ആണ് ഉണ്ടാവുക അല്ലേ? 5ൻ്റെ ഏത് പവർ എടുത്താലും യൂണിറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ 1ൻ്റെ പ്ലേസിൽ, 1's പ്ലേസിൽ 5 ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ ഇനി 6ൻ്റെ ചെയ്ത് നോക്ക്. 6 raised to 1 6, 6 സ്ക്വയർ എത്രയാ? 36. 6 ക്യൂബ് എത്രയാ? അറിയാത്തവർ എന്ത് ചെയ്യുക? 36 × 6 ചെയ്ത് നോക്കുക, വിച്ച് ഈസ് 216 എന്ന് കിട്ടും. അപ്പോൾ 6ൻ്റെ ഏതൊരു കൃതി എടുക്കുമ്പോഴും അതിൻ്റെ യൂണിറ്റ് പ്ലേസിലും എന്ത് തന്നെയാണുള്ളത്? അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 തന്നെയാണുള്ളത്. ഓക്കെ, 6 തന്നെയാണുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾ ഈ ഒരു കൃതി എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ എടുത്തിട്ട് അത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തോ ഒരു വലിയ നമ്പർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ 5 raised to 75 ചെയ്യുമ്പോൾ വലിയൊരു നമ്പർ കിട്ടും, പക്ഷേ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 5 ഉണ്ടാവും. അതേപോലെ പ്ലസ് ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? 6 raised to 75 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു നമ്പർ കിട്ടും, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ഉണ്ടാവും, 6 ഉണ്ടാവും. ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് എന്താ വരിക? യൂണിറ്റ് പ്ലേസിൽ 5ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 11 വരും. 11ൻ്റെ 1 ആയിരിക്കും നമുക്ക് ആ ഒരു ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവുക. ഓക്കെ, 1 ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ? എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഓഫ് 5 raised to 75 + 6 raised to 75? അപ്പോൾ 5ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 11ൻ്റെ 1 ആയിരിക്കും അവിടെ യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2 raised to 100 - 2 raised to 99? 2 raised to 100 - 2 raised to 99 ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 2 raised to 100 2 raised to 99 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 raised to 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത്
ആലോചിച്ച് നോക്കുക. 2/100 എന്ന് പറഞ്ഞാൽ എന്താ? 2/100 എന്ന് പറഞ്ഞാൽ 2/1 ഇൻറ്റു 2/99 ആണ് അല്ലേ? നമുക്കറിയാം നമ്മൾ ഏത് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈസിക്കൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് എക്സ് റേസ് ടു 99 ഇൻറ്റു എക്സ് റേസ് ടു 1 ഈസിക്കൽ ടു എക്സ് റേസ് ടു 99 പ്ലസ് 1 വിച്ച് ഈസിക്കൽ ടു എക്സ് റേസ് ടു 100 എന്ന് പറയാം. ഓക്കെ, തിരിച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കിക്കൂടെ? എക്സ് റേസ് ടു 100നെ എക്സ് റേസ് ടു 99 പ്ലസ് 1 എന്ന് പറയാം. എന്നിട്ട് എന്താക്കാം? എക്സ് റേസ് ടു 99 ഇൻറ്റു എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2/100 ആണെങ്കിലോ 2/100 ഈസിക്കൽ ടു 2/99 പ്ലസ് 1 ഈസിക്കൽ ടു 2/99 ഇൻറ്റു 2 എന്ന് പറയാം. അതാണ് ഞാനിപ്പോൾ ചെയ്തത്. യെസ്, 2/99 ഇൻറ്റു 2. യെസ്, ഇപ്പോൾ 2/100നെ 2/99 ഇൻറ്റു 2 എന്ന് പറഞ്ഞു. ഇനി എന്താ കാണണ്ടേ? 2/100 മൈനസ് 2/99. അപ്പോൾ എന്ത് പറയാം? 2 ഇൻറ്റു 2/99 മൈനസ് 2/99. 2 ഇൻറ്റു 2/99 മൈനസ് 1 ഇൻറ്റു 2/99. ആലോചിച്ച് നോക്കുക, ഇത് എന്താണ്? 2 പ്രാവശ്യം ഇവിടെ 2/99 ഉണ്ട്. അതിൽ നിന്ന് ഒരു 2/99 നമ്മൾ മൈനസ് ചെയ്യാണ്. ബാക്കി എത്ര 2/99 ഉണ്ടാവും? ഒറ്റ 2/99. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, 2/99. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 5/n ഈസിക്കൽ ടു 625. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5/n മൈനസ് 3? 5/n 625 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5/n ഈസിക്കൽ ടു 625. നമുക്കറിയാം, സ്ക്വയേഴ്സ് അറിയുന്നവർക്ക് അറിയാം എന്താണ് 25ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 625 അല്ലെങ്കിൽ 625 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയേഴ്സ് അറിയുന്നവർക്ക് 25 സ്ക്വയർ ഈസിക്കൽ 625 എന്നറിയാം. 25 എന്ന് പറയുന്നത് എന്താ? 25 ഈസ് ഓൾറെഡി 5ൻ്റെ സ്ക്വയർ ആണ് 25 അല്ലേ? ഈ 25 എന്ന് പറയുന്നത് ഓൾറെഡി 5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ 5ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? 625 അല്ലേ? അപ്പോൾ 5ൻ്റെ സ്ക്വയർ ആണ് 625. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 5 സ്ക്വയർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 625. നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഏത് പ്രോപ്പർട്ടിയാണ്? യെസ്, എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എൻ അല്ലേ? അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 5 സ്ക്വയർ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 5/2 ഇൻറ്റു 2. 5 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5/2 ഇൻറ്റു 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 625. അപ്പോൾ നോക്കാം, 5/2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/4 ഈസ് ഈക്വൽ ടു 625. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 5/n ഈസ് ഈക്വൽ ടു 625. അപ്പോൾ 5/4 ഈസ് ഈക്വൽ ടു 625 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ n ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് അനായാസം പറയാവുന്നതാണ്. അപ്പോൾ n 4 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5/n മൈനസ് 3? 5/n മൈനസ് 3ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം n 4 ആണ്. അപ്പോൾ 5/4 മൈനസ് 3 which is equal to 5/1 which is equal to 5. 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്, which is option C. യെസ്, അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത്? നമുക്ക് USSൽ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. USSന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ. USS ഒക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.